വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മുടെ ബാക്കിലെ ഫ്രെയിം പൊളിയല്ലേ, സംഭവം പൊളിയല്ലേ, കിട്ടിലും ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അപ്പം സമയം എവിടെ കണ്ട 4:09 സോറി 4:06 ഞാൻ കാണിച്ചു തരാം. 4:06 അപ്പം ഈ ഫ്രെയിം കണ്ടപ്പോൾ ഇവിടെ ചെന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വലിയ പരിപാടിയൊന്നുമില്ല, വലിയ വ്ലോഗുമല്ല. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ ഇന്ന് സൊമാറ്റോ ഓടാൻ പോയില്ല, ഞാൻ വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വൈകിട്ടായപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ കാക്കനാട് വരെ അന്ന് വന്ന് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് കാക്കനാടത്ത് 2 സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലങ്ങളൊന്നും, 2 അല്ല അതിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് കാക്കനാട് കാണാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് എൻ്റെ ഫ്രെയിമിൽ ഞാൻ ഇരുട്ടത്തൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ ബാക്കിലത്തെ ഫ്രെയിം കൊള്ളാം. അപ്പോൾ ഒരു മിനിറ്റേ, ഓക്കെ എന്നെ കാണാൻ പറ്റുമ്പോൾ അപ്പോൾ ഞാൻ വിളിക്കും. അപ്പോൾ അതായത് കാക്കനാട് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. നമ്മളിപ്പോൾ സൊമാറ്റോ ഒക്കെ ഓടുന്നതുകൊണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാനതൊക്കെ എടുത്ത് ഇങ്ങനെ റീൽസിൽ ഷോർട്സിലൊക്കെ വെറുതെ ഈടിയിട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മുടെ കുറച്ച് ഒരു 2 സ്ഥലം ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതായത് 4 മണി സമയം ഇപ്പോൾ പോകാൻ പറ്റിയ 2 സ്ഥലങ്ങൾ കാണിച്ചു തരാം, 2 സ്ഥലങ്ങൾ. ബാക്കിയുള്ള സ്ഥലങ്ങൾ വഴിയെ വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ച് കാരണം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, വ്ളോഗ് പോലെ ജസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഗോപ്രോ ബാഗ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ടെസ്റ്റ് ചെയ്യാൻ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ അത് നമ്മുടെ ബാഗിൽ കുത്തിയിരിപ്പുണ്ട്. അത് ഞാൻ എടുത്തിട്ട് മെമ്മറി കാർഡ് സംഭവങ്ങളൊക്കെ വരാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെമ്മറി കാർഡ് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഹെൽമെറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും കൂടെ നോക്കണം. ഇത് ഹെൽമെറ്റ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കൂടെ ഇനി അറിയണം. അതിൻ്റെ സാധനമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ബാഗ് ഇരിപ്പുണ്ട്. നമ്മൾ വലിയ കോപ്പറൊന്നും ഇല്ല, ഇതാണ് സാധനം. ഹെൽമെറ്റ് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എവിടെ ആ സാധനമാണിത്. ഇതാണ് നമ്മൾ മറ്റേ ഹെൽമെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ മറ്റേ ഫീസാണ്. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ മേടിച്ചത്. എത്ര രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപേൻ്റെ ഉള്ളി സാധനത്തിന് ഹെൽമെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് മറ്റേ ഹെൽമെറ്റിലിട്ട് വെക്കുന്ന സാധനം. ഇതിപ്പോൾ ഞാൻ മറ്റേ ഗോപ്രോ സെറ്റ് ചെയ്യുന്ന സാധനം സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മൊബൈൽ ഹോൾഡർ വയ്ക്കുന്നതാണ് എനിക്ക് വന്നത്. ഇതിൽ മൊബൈൽ ഹോൾഡർ വയ്ക്കുന്ന സാധനം വന്നത് ഇതിനകത്തിരിക്കുന്നത്. മൊബൈൽ ഹോൾഡർ ഇതൊക്കെ അതേണ്ട, ഇതാണ് മൊബൈൽ ഹോൾഡർ കണക്ട് ചെയ്യുന്ന സാധനം. അതിൻ്റെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതങ്ങോട്ട് ഊരിയെടുക്കും. അതിങ്ങനെ തിരിച്ച് വെക്കുന്നതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടൈറ്റ് ചെയ്തിട്ട് ഇതിലോട്ടാണ് നമ്മുടെ എവിടെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലോട്ട് മറ്റേ ഗോപ്രോൻ്റെ സുനാപ്പി ഉണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗോപ്രോ ഇത് വരുന്നുള്ളൂ. ഇത് നേരെ ഊരിയിട്ട് നേരെ ഇത് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് വന്നത്. എനിക്ക് മൊബൈൽ ഹോൾഡറായിട്ടാണ് വന്നത്. ഗോപ്രോയുടെ സെറ്റ് ചെയ്യാനുള്ള സാധനം കൂടെ അതിനകത്തുള്ള ഗോപ്രോയ്ക്കകത്ത് ഈ സാധനം ഗോപ്രോയ്ക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ കയറ്റിയിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഇവിടെ ചുമ്മാ ഇരുന്നത് നമുക്ക് വീഡിയോ എടുക്കാം. അതായത് ഹെൽമെറ്റ് വെച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇതിനകത്ത് ഇറക്കാം. പിന്നെ നമ്മളുടെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞമ്മൻ്റെ ഐറ്റം ഗോപ്രോ. വലിയ സാധനമൊന്നുമില്ല, ഇത് മറ്റേ കൂടിയ സാധനമൊന്നുമില്ല, ഇത് കുറഞ്ഞൊരു സാധനം. എനിക്ക് തോന്നുന്നു 2000 സംതിങ് ഏതാണ്ടായിരുന്നു. ഇതിന് വലിയ ക്വാളിറ്റിയുടെ സാധനമൊന്നും ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വീഡിയോ എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതാണ് സംഭവം. ഈ മെമ്മറി കാർഡ് ഇവിടെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 2 ചാർജിങ് പോർട്ടുണ്ട്. പിന്നെ ഇതാണെന്ന് തോന്നുന്നു ഇത് ഓണാക്കുന്ന ബട്ടൺ, പവർ ഓണാക്കുന്ന ബട്ടൺ ഇവിടെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ മറ്റേ ഫോട്ടോ സംഭവം മെനു ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ 2 ബട്ടണുണ്ട്. ഇവിടെ മെനു ഒക്കെ ക്ലിക്ക് ചെയ്യുന്ന സാധനം, ഓക്കെ കൊടുക്കുന്ന സാധനം, ഇവിടെ ഓക്കെ കൊടുക്കാവുന്ന സാധനം, അങ്ങനെ കുറച്ചുണ്ട്. ഇതാണ് ഗോപ്രോ നമ്മുടെ. ഈ സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് കണക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് വേറെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് പല രീതിയിൽ കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഇതിൽ അതായത് നമ്മുടെ ഇതിൽ കുറേ ഫിറ്റിംഗ് ഒക്കെ ഇത് വരുന്നുണ്ട്, ഫിറ്റിംഗ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പലത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വയ്ക്കാം, കാറ വയ്ക്കാം. പിന്നെ നമ്മൾ മറ്റേ ദേഹത്ത് വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ചെസ്റ്റ് മൗണ്ടിങ് ഉണ്ടല്ലോ, ചെസ്റ്റ് മൗണ്ടിങ് ഉണ്ട്. ആ സാധനത്തിന് അതിന് പ്രത്യേക സാധനമുണ്ട്. ചെസ്റ്റ് മൗണ്ടിങ്ങിൻ്റെ ആ വള്ളി വയറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്ന സാധനമുണ്ട്. ഇതാണ് സാധനം. ഇത് ഗ്ലാസ്സാണ്, ഇതിനകത്താണ് സാധനം ഇരിക്കുന്നത്. ഇത് മറ്റേ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ആണ് കൊണ്ടുകൊണ്ട് ഇതാണ് സാധനം കിട്ടുന്നത്. ഇതങ്ങോട്ട് ഊരിയിട്ട് ഇത് ഊരാൻ പറ്റും. എവിടെ ഇതാണ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. ഇവിടെ ഗ്ലാസ് ചേർക്കും. ഇതാണ് ഐറ്റം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഗോപ്രോ. ഇതാണ് സാധനം. ഇത് ഇതിനകത്ത് ഇരുന്നോളൂ. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റൊന്നും പറ്റിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സാധനം. അയ്യോ പറഞ്ഞു പോകണം കറക്റ്റായി.
ഓക്കെ ഫിസ്റ്റ്. അപ്പോൾ ഇത് അതോടെ ഇട്ടേക്കാം. അതോടെ വലിച്ചെറിഞ്ഞ പൊട്ടിത്തെറിക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചില്ല. എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ്. നമുക്ക് എന്തായാലും മെമ്മറി കാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇനി ഇതിൽ സെറ്റ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലം. അതിൻ്റെ വണ്ടി കണ്ടോ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അയ്യോ കണ്ട, ഇവിടുന്ന് റോഡ്. ഈ ബാക്കിൽ കാണുന്നത് എന്താ, അവരുടെ ബസ് പോകണ്ട. ഈ കാണുന്നതാണ് നമ്മുടെ വാഴക്കാല ജംഗ്ഷൻ. അവിടെ അങ്ങോട്ട് പോകുന്നതാണ് വാഴക്കാല മറ്റേ റൗണ്ട് ബൂട്ടൊക്കെ തന്നെ. ഇത് കാക്കനാടക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ കാണിക്കാനാണെങ്കിൽ ഈ സ്ഥലത്തിന് വേറെ സംഭവമുണ്ട്. ഞാനത് ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു രാത്രിയിൽ ഒരു ഓർഡർ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഈ പാതിരാത്രിക്ക് ഞാൻ മറ്റൊരു പ്രേമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എനിക്ക് തോന്നുന്നു വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുള്ളതൊക്കെ മനസ്സിലാവും. അതാണ് ഈ സ്ഥലം. ഞാൻ അന്ന് ഓർഡർ കൊടുക്കാൻ വന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു എനിക്ക് ബാക്ക് ക്യാമറ. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഈ വഴിയാണ് നമ്മളന്ന് കയറി വന്നിട്ട് ഇവിടെ വണ്ടി വെച്ചു. ഇതിവിടെ ആയിരുന്നു ഞാൻ വണ്ടി വെച്ചത്. എന്നിട്ട് ആ വഴി ഞാൻ കാട്ടിത്തരാം. അന്ന് സ്റ്റാറ്റസ് ഇട്ടുന്ന സ്ഥലം കാണിച്ചു തരാം. പാതിരാത്രി ഇട്ടുന്നത് അതാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡുണ്ട്. ഇവിടെയാണ് നിങ്ങളന്ന് രാത്രി കണ്ടിരിക്കുന്ന സ്ഥലം. കണ്ട, ഇതാണ് നമ്മുടെ അവിടുന്ന് കയറി ഇങ്ങനെ വരും. ഇവിടെയൊക്കെ ബസ്സും ഏതൊരു ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. കണ്ട, ഇങ്ങനെയാണ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്നവിടെ ബസ്സൊക്കെ വിളിക്കുന്നതാണ്. ഇവിടെയൊക്കെ നേരത്തെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. എൻ്റെ വണ്ടി അവിടെ പോകുന്നത് അത് നമ്മുടെ വാഴക്കാല ടൗണാണ്. ഇവിടുന്ന് കയറി പോകുന്നത്, ഈ റോഡ് കയറി പോകുന്നത് വാഴക്കാല ടൗണിലേക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് കാട്ടിയ സ്ഥലം. ഈ സ്ഥലം പൊളിയാട്ടോ. കണ്ടോ, കണ്ടു കഴിഞ്ഞൊരു കാള അന്തരീക്ഷമൊക്കെ ഉണ്ട്. കണ്ട, ഇവിടെ ആയിരുന്നു ഞാൻ വണ്ടി വെച്ച്. ഇവിടെ വണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടുന്ന് വണ്ടി വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് പുള്ളിയെ വിളിച്ചത്. പുള്ളിയെ വിളിച്ചപ്പം പുള്ളി എവിടെ നിന്ന് കയറി വന്നതെന്ന് എനിക്കായിരുന്നു. ഇവിടെ പുള്ളിയെ ഞാനിങ്ങനെ വിളിച്ച് ഇവിടെ ഞാൻ ഈ വഴിയായിരിക്കും വന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നോക്കിയിരുന്നു. പുള്ളി വന്നിട്ട് ഇവിടുന്നാണ് കയറി വന്നത്. ഇവിടുന്നാണ് വന്നത്. എവിടുന്ന് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എവിടുന്നാണ് വന്നതെന്ന് എനിക്കൊരു പിടുത്തം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടുന്നൊരു വഴി പോകുന്നുണ്ട്. ഇത് എന്തോ ഒരു ഞാൻ കാണിച്ചു തരാം. ഇത് എന്തോ ഒരു ഇതാണ്, ഐ മീൻ ആരോ വണ്ടി വരുന്നുണ്ട്. കാണണ്ട, ഇതാണ് റോഡ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനത്ത് അയ്യത്ത് മൂല റോഡ്. ഇതാണ് റോഡ്. ഇവിടുന്ന് ഇങ്ങനെയാണ് കുറേ വീടുകളും കാര്യങ്ങളുണ്ട്. ഈ വഴിയൊക്കെ ആൾക്കാർ പോകുന്നതാണ്, നടക്കുന്ന വഴിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട്. കണ്ട് അവിടെ ബസ്സൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അതാണ് ഗ്രൗണ്ട്. അവിടെ രാത്രി ബസ്സൊക്കെ ഒതുക്കിയിരുന്ന സ്ഥലമാണ്. ഇതാണ് ഞാൻ അന്ന് രാത്രിയിൽ നിങ്ങൾ കാണിച്ചിരുന്ന ആ പ്രേതാലയം പോലെ അന്തരീക്ഷം കാണുന്ന സ്ഥലം. പക്ഷേ ഇത് രാത്രി കണ്ടു കഴിഞ്ഞാൽ നല്ല ഹൊറർ ഫീലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രി ഒരു സമയത്ത് രാത്രി വന്നു കഴിഞ്ഞാൽ പേടിക്കും ഈ സ്ഥലത്ത്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട്. വെളിപ്രദേശം കാണാൻ പൊളി. പക്ഷേ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ പേടിക്കും. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പുള്ളിയെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഇവിടെ എൻ്റെ വണ്ടി പോകുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഞാൻ അങ്ങോട്ട് പോയി അവിടെ കുറച്ച് നേരം അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് എൻ്റെ കയ്യിൽ മറ്റേ ഇതുണ്ടായിരുന്നു, അതായത് ബിരിയാണി തന്നെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയപ്പോഴാണ് പുള്ളി ഇവിടെ നിന്നാണ് വന്നത് എൻ്റെ അടുത്തോട്ട്. ഇവിടുന്ന് കയറി വരും. പെട്ടെന്ന് ഞാൻ എന്നെ ബ്രൗൺ പറഞ്ഞ് വിളിച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആളെ കാണില്ല. പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ വന്ന ആൾ വെച്ചിരുന്നു. എന്നിട്ട് പുള്ളി എനിക്ക് തോന്നുന്നത് എങ്ങോട്ടായിരുന്നു പോയത്. പുള്ളി എന്നിട്ട് ഇതേ വഴി അങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ ഓർഡർ അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ ആളെ കാണില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നേരെ വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന ആ വീഡിയോ എത്തത്. നിങ്ങൾ കണ്ടിരിക്കുന്ന ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ ഈ രാത്രി വരുവാണെങ്കിൽ ഈ ഒരു ഞാൻ ആ വീഡിയോ കണ്ടിരിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ ഫീൽ അറിയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലങ്ങൾ എന്താണെന്ന് മറന്നു. ഞാൻ ഇത് കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. ഞാനിപ്പോൾ വാഴക്കാലയിൽ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റി. പിന്നെ മറ്റേ ഉപ്പുമുളകൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ കണ്ടാൽ എനിക്ക് അറിയത്തില്ല, കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ പ്രദേശത്തെപ്പറ്റി ഇതുവരെ പോയിട്ടില്ല. ഈ പരിസരത്ത് എവിടെയാണത് എനിക്ക് ആ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് കാണാൻ പറ്റുവാണെങ്കിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് 2 സ്ഥലമാണുള്ളത്. ഒന്ന് നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, കടമ്പ്രയാർ വ്യൂ പോയിൻറ്റ്. കടമ്പ്രയാർ 2 സ്ഥലത്തുനിന്ന് എൻട്രി ഉണ്ട്. നമ്മുടെ വീഗാലാൻഡിന്, അതായത് നമ്മുടെ പള്ളിക്കര റൂട്ടാണ് വീഗാലാൻഡൊക്കെ വരുന്ന ആ റൂട്ടുണ്ട്. റൂട്ട് കയറി വരുമ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ ഒരു എൻട്രൻസ് വരുന്നത് ഓക്കെ ബാക്ക് ഫ്രണ്ട് ക്യാമറ ഓണാക്കാന്ന് വിചാരിച്ച കാര്യം ബാക്ക് ക്യാമറയിൽ വരുമ്പോൾ ഇരുട്ട് പിടിച്ച പോലെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു സ്ഥലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു എൻട്രൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടമ്പ്രയാർ ഒറിജിനലാണ്. അതാണ് ഇവിടെ നിറയെ കൊതുകുണ്ടല്ലോ, കൊതുക് കളിക്കുന്നു. കുറേ കുഞ്ഞു കൊതുകുകൾ വന്നിരിക്കുന്നു, പൊടിക്കൊതുകുകൾ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ വേസ്റ്റൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പുറത്ത് വേസ്റ്റൊക്കെ കിട്ടുന്നു. അവിടെ വേസ്റ്റ് കിടന്ന സ്ഥലമുണ്ട്, കാണാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു. പിന്നെ ഒരു എൻട്രൻസ് വരുന്നത് കടമ്പ്രയാർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്ഥലത്തെ എൻട്രൻസ് വരുന്നുണ്ട്. അതാണ് മെയിൻ എൻട്രൻസ്. കടമ്പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ഗൂഗിൾ അടിക്കുമ്പോൾ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ വീഗാലാൻഡിനൊക്കെ വരുന്നവർക്ക് അങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊറോണ പാർക്ക്. അതാണ് സ്ഥലം. ഞാൻ സൊമാറ്റോയുടെ ഓർഡർ കൊടുക്കാൻ പോയപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. ഇതും കറക്റ്റ് എവിടെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ പാർക്ക് എന്നൊക്കെ ഗൂഗിൾ അടിച്ചാൽ വരുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നവോദയ സ്റ്റുഡിയോ
മറ്റേ ഫിലിം ഷൂട്ടൊക്കെ നടക്കുന്ന നവോദയ സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ അവിടെയാണ് കൊറോണ. ആ റോഡ് കയറി വന്നിട്ട് ഒരു റൈറ്റ് കട്ടിങ് വരുന്നുണ്ട്, അവിടെയാണ് ഈ നവോദയ സ്റ്റുഡിയോ കൊറോണ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന കൊറോണ പാർക്കിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇത് രണ്ടിടത്തേക്ക് ഞാൻ വെറുതെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് വ്ളോഗിലെക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. മറ്റുവാണെങ്കിൽ നമുക്ക് മറ്റേ ഉപ്പുമുളക് ഷൂട്ട് ചെയ്യുന്ന ആ ലൊക്കേഷനുകളൊന്നും കണ്ടിട്ട് വരാം. വെറുതെ എന്തായാലും സമയമുണ്ട്. കൊതുക് വെറുതെ സമയം എടുക്കണം. കുഞ്ഞു കൊതുക് കാണാൻ പറ്റുന്നുണ്ടോ? പൊടിക്കൊതുക് എവിടെ 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 ഇവിടെ കണ്ട് പറക്കുന്നുണ്ട് പൊടിക്കൊതുക്. അതെനിക്ക് സ്ഥലം കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. വാഴക്കാല ഈ റൂട്ട് എവിടെയാണെന്ന് കേട്ടു, ഇവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെന്ന്. അന്ന് ഞാൻ എവിടെ പോയപ്പോഴായിരുന്നു, ഞാൻ ഇതുപോലെ ഒരു സൊമാറ്റോൻ്റെ ഓർഡർ കൊടുത്തിട്ട് വരുമ്പോൾ ഉപ്പുമുളകിൻ്റെ ഷൂട്ടിങ് ഇവിടെ വാഴക്കാല നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞു ഇവരുടെ മറ്റേ വീട് ഇവിടെ തന്നെ, ഇവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങാണ് അവർ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ പുറത്തങ്ങാണ്ട് എടുക്കാൻ വന്നാന്നൊക്കെ അവർ ചേട്ടൻ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞാൽ. അപ്പോൾ കൊതുക് കടിക്കുന്നത് ഇതുണ്ടോ, പൊടിക്കൊതുക് എവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഇരിക്കുന്നുണ്ടോ? ലെഡി ഫുൾ ചോര കുടിക്കുന്നോ? ഒരു കൊല നടത്തി. അപ്പോൾ നമുക്കൊന്ന് അത് രണ്ടും കാണാം. വെറുതെ വലിച്ച് നീട്ടണ്ട, ലെങ്ത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ പുറകോട്ട് നോക്കണം എന്താണെന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കുന്നുണ്ട് പകുതി. ചേട്ടാ അതെന്നാ നോക്കിയത്, കുറേ നേരം വന്നപ്പോൾ തൊട്ടാ സൗണ്ട് കേൾക്കുന്നുണ്ട്. രാത്രി വരുമ്പോൾ ഇതുപോലത്തെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും. രാത്രി ഇവിടെ വന്നൊന്ന് ഇരുന്ന് നോക്കാം, അപ്പം അറിയാമായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും ആ ഫീല്. അപ്പം നമുക്കെന്തായാലും ഫസ്റ്റ് നമുക്ക് കൊറോണ പാർക്കിലേക്ക് പോകാം. കാര്യം ഞാൻ അവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് ഞാൻ പ്രാവശ്യം നൈറ്റ് ഇതുപോലെ ഓർഡർ കൊടുത്തിട്ട് ഓർഡറൊന്നും അടിക്കാത്ത കാരണം ഞാൻ അതിൻ്റെ അടുത്തായിരുന്നു എവിടെയായിരുന്നു ഒരു ഹോസ്റ്റൽ ഏതാണ്ടായിരുന്നു, ലേഡീസ് ഹോസ്റ്റൽ ഏതാണ്ടായിരുന്നു. അവിടെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അന്നേരം അവിടെ കുറച്ച് നേരം കുത്തി കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം. അവിടെ ഒരു രക്ഷയില്ല അവിടുത്തെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ചേച്ചിമാരെ അങ്ങോട്ട് പോയി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി നോക്കി ചിരിക്കുന്നു. ഇവൻ എന്ത് ഇട്ടേക്കൂട്ട് കഴിക്കാം, വണ്ടിയെ കുത്തിയിരുന്നു എന്തും ഇപ്പം വർത്താനം പറയുന്നത്, ആരോട് വർത്താനം പറയാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് പോകട്ടെ തിരിഞ്ഞ് നോക്കണ്ട അവർ. അപ്പോൾ ഞാൻ പറഞ്ഞോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓർഡർ എടുത്തിട്ട് വന്നപ്പം അവിടെ കുറച്ച് നേരം വൈകിട്ട് വന്ന് കുത്തിയിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ സംഭവം നല്ല രസം പറഞ്ഞാൽ നല്ല ഒരു വൈകിട്ടൊക്കെ വന്ന് ചുമ്മാ നടക്കാനൊക്കെ ആൾക്കാരൊക്കെ നടക്കാറുന്ന സ്ഥലം. അതിൻ്റെ അപ്പുറത്ത് 2-3 ഫ്ലാറ്റ് ഉണ്ട്. അവിടെ എന്തോ ഒരു സ്കൈലൈൻ്റെ സ്കൈലൈൻ്റെയോ പിന്നെ ഏതാണ്ടൊരു ഏതാണ്ടൊരു ഫ്ലാറ്റ് അവിടെ ആഫീസൊക്കെ ഉണ്ട്. 2-3 ഫ്ലാറ്റ് ഉണ്ട് ആ ഒരു ഏരിയയിൽ. നമ്മളവിടെ ഡെലിവറിക്ക് പോയിട്ടുള്ള അങ്ങനെ പറയുന്നത്. പുതിയനെപ്പറ്റി ശല്യമായില്ല ഭഗവാൻ. അപ്പോൾ എന്തായാലും അധികം മടിച്ചിട്ടുണ്ട. ഇവിടെ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ കുത്തിയിരിക്കണം, വണ്ടീൻ്റെ മേലെ കുത്തിയിരുന്നു. വീഡിയോ പറ എന്തൊക്കെ പറയുന്നു. വീഡിയോ എടുക്കാൻ മനസ്സിലായി, സെൽഫി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അവർ. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കെന്തായാലും ഫസ്റ്റ് കൊറോണ പാർക്കിലേക്ക് പോകാം. അതിൻ്റെ അടുത്തൊരു നവോദയ സ്റ്റുഡിയോയിൽ ഞാൻ പ്രാവശ്യം അവിടെ ഡെലിവറിക്ക് പോയതാണ്. അതിൽ അവിടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാകും. അന്നേരം ഞാൻ നോക്കുമ്പോൾ അവിടെ മറ്റേ ഇന്ദ്രൻസ് ചേട്ടൻ ഉണ്ടല്ലോ, മറ്റേ നടൻ ഇന്ദ്രൻസ്, ആൾ പോകുന്നുണ്ട്. അപ്പോഴൊരു പുള്ളി പറഞ്ഞു ഇവിടെ ഫിലിം ഷൂട്ടിങ് നടക്കും. പിന്നെ മറ്റേ റീൽസിലും ഇതിലൊക്കെ ഉള്ള മറ്റേ പുള്ളി ഉണ്ടല്ലോ, എന്താണ് ഒരു അമ്മയും മോനായിട്ട് ചെയ്യുന്നത്. എനിക്ക് ആ പുള്ളിയുടെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞില്ല, എന്തോന്ന് ഗൗതമോ ഗൗതം ജി വെച്ചിട്ട് തുടങ്ങുന്നൊരു പേര്. ഒരു അമ്മയും മോനായിട്ട് ഒരു കുറേ ഷോർട്ട് ഫിലിം അവർ ചെയ്തിരിക്കുന്നത്, കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആ പുള്ളീൻ്റെ. ഗൗതമാണോ ഗൗരവോ അങ്ങനെ എന്തോ ഒരു പേര്, ഗിരി എന്താണെന്ന് എനിക്കറിയാം. ജി തുടങ്ങുന്നൊരു പേരുള്ളൊരു പുള്ളി, അവരമ്മയും മോനുമാണ്. ആ പുള്ളിക്കാരൻ്റെ അമ്മയാണ് മറ്റേ ഉപ്പുമുളകിനകത്ത് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ചേച്ചി, അതായത് ആ ഉപ്പുമുളകിൻ്റെ ഇപ്പോഴത്തെ സീരീസിനകത്ത് മറ്റേ പടവലത്തെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളിക്കാരത്തിയാണ്. ഒരു സിനിമയിലും ഉണ്ട് ആ ചേച്ചി. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മോൻ, ആളുടെ കാര്യം പറഞ്ഞു. ആളും പിന്നെ മറ്റേ ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ ഈ പുള്ളിക്കാരൻ, പിന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുള്ള കുറേ ടീം അതിനകത്തുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഏതാ പടമൊന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ കണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് പോകാം. അപ്പം വെൽക്കം ടു അനദർ കൊറോണ പാർക്ക് എന്ന് ചുമ്മാ അടിച്ച് നോക്കിയതാണ്. കോൺഫിഡൻറ്റ് കൊറോണ കാക്കനാട്, അല്ലെങ്കിൽ കൊറോണ പാർക്ക് കാക്കനാട് അടിക്കുമ്പോൾ കോൺഫിഡൻറ്റ് കൊറോണ എന്ന് പറഞ്ഞ് വരും. 5.1 കിലോമീറ്റർ. അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ്, സോറി. അവിടെ മറ്റേ ഇതൊന്നുമില്ല, സ്കൈലൈൻ്റെ അല്ലായിരുന്നു, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റായിരുന്നു അവിടെ ഉള്ളത്. ഇതാണ് സ്ഥലം. എൻ്റെ ബോട്ടോ ഞാൻ കാട്ടിത്തരാം. ബോട്ടോ ഉണ്ടായിരുന്നത് ഇതാണ് കണ്ടോ, ഇതാണ് സംഭവം കണ്ടോ. ഇതുപോലെ വീഡിയോ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വീഡിയോയും കൂടെ കാണിക്കണം. വീഡിയോ ഇതാണ്ട് ഇത് മാറ്റിലിട്ടിരിക്കുന്ന വീഡിയോ ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സ്ഥലം. ഇതുപോലെ ഇത് നടക്കുന്ന വഴിയാണ്. ഈ കാണുന്ന സ്ഥലമൊക്കെ നടക്കുന്ന വഴിയാണ്. ഇവിടുന്ന് ഏകദേശം 5 എത്ര കിലോമീറ്റർ കാണിക്കുന്നു? 5.1 കിലോമീറ്റർ. എനിക്ക് റൂട്ട് അറിയാം, ഞാൻ വെറുതെ മാപ്പ് സ്ഥലം സെർച്ച് ചെയ്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ. അപ്പോൾ കണ്ടാ ഇവിടെ 5 അതായത് നമ്മുടെ വാഴക്കാട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 5.1 കിലോമീറ്റർ ഉണ്ട്. ഞാൻ റൂട്ട് അറിയാവുന്നതുകൊണ്ട് വെറുതെ കാണിച്ചതേ ഉള്ളൂ. ഞാൻ വെറുതെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ റൂട്ട് കറക്റ്റ് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ അത്താണി ആ റൂട്ട് കയറുക. നേരെ അത്താണി റൂട്ട് കയറി കുറച്ച് പോകുമ്പോഴത്തേക്കും ഒരു ഭാരത് പെട്രോളിയാണെന്ന് തോന്നുന്നു, റൈറ്റ് സൈഡിലായിട്ട് കാണാം. നമ്മൾ അത്താണി അതായത് കാക്കനാട് നിന്ന് അത്താണി റൂട്ട് കയറി അതായത് എങ്ങോട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലങ്കുടി മുകൾ അങ്ങനെയൊക്കെ പോകുന്ന വഴിയാണ്. അവിടെ നേരെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ BHP ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഈ സൈഡ് റൈറ്റ് സൈഡിലായിട്ട്. അത്താണി ആ റൂട്ട് വരുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണും. നമ്മൾ പോയിട്ട് ഇങ്ങനെ കയറി പോകുന്ന റോഡ് കാണും. ആ റോഡ് നേരെ കയറി പോവുക, അതാണ് വഴി. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് റൂട്ടും വഴിയും കാണിച്ചു തരാം. എന്തായാലും നമുക്ക് എന്തെങ്കിലും തരാം.
അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. നമ്മളത് ഇപ്പോൾ കാക്കനാടേക്ക് പോകുന്ന വാഴക്കാലിൽ നിന്ന് കാക്കനാടേക്ക് കയറുന്ന റോഡാണ്. അതായത് നമ്മുടെ ബസ്സൊക്കെ വരുമ്പോഴത്തേക്കും കാക്കനാട് പോകുന്ന ബസ്സൊക്കെ കയറുന്ന വഴി ഇതാണ്. ഈ റൂട്ടാണ് നമ്മുടെ വാഴക്കാല റൗണ്ട് ഔട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ചാടിയിട്ട് നേരെ ഇത് കാക്കനാട് നമ്മുടെ ആ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. നമ്മളെ ബസ് സ്റ്റാൻഡ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കാക്കനാട് ബസ് സ്റ്റാൻഡ്. അവിടെ നേരെ കട്ട് ചെയ്ത് നമ്മളിത് മറ്റേ സിവിൽ സ്റ്റേഷൻ റോഡ് കയറിയിട്ട് ഇതാണ് നമ്മുടെ കാക്കനാട് ടൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സിറ്റി ടൗൺ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് നേരെ നമ്മൾ വരുന്ന 2 വഴിയായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴി, ഇത് അത്താണി നമ്മുടെ കൊലംകുടി മുകൾ നമ്മുടെ വീഗാലാൻഡ് പള്ളിക്കര അങ്ങോട്ടൊക്കെ പോണ റൂട്ട്. ഇതാണ് അത്താണി ടൗൺ, അത്താണി ആ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്താണി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരും. ഇവിടുന്ന് കുറച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ മറ്റേ പൂർവ്വ ഇറ്റേണിറ്റിയുടെ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട്. പൂർവ്വയുടെ ഫ്ലാറ്റാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതും കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഈ റോഡ്. ഞാൻ അവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പുള്ളിക്കാരനല്ല. അപ്പോൾ പ്രായം വെച്ചില്ല, പുള്ളി വന്നിട്ട് ഒരുമാതിരി മറ്റേ ഭീകര രീതിയിലൊക്കെ നോക്കുന്ന പോലെ വന്നിട്ട് നോക്കി വെച്ചും പോകും. ഇതാണ് റോഡ്. ആ റോഡിൽ നിന്ന് കയറി വരുന്നതാണ് ഈ റോഡ്. ഇങ്ങനെയാണ് കയറി വരുന്നത്. ഇങ്ങനെ ഒരു ഇറക്കമുണ്ട്. അതായത് ഒരു അങ്ങാടി സൂപ്പർ മാർക്കറ്റൊക്കെ നിങ്ങൾ കയറി വരുന്ന റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു അങ്ങാടി സൂപ്പർ മാർക്കറ്റ് കുറേ കടയുണ്ട്. ഈ ഭാരത് പെട്രോളിയം കഴിഞ്ഞിട്ട് വരുമ്പോൾ മറ്റേ ആ റോഡെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പള്ളിക്കര വീഗാലാൻഡൊക്കെ പോകുന്ന ആ റോഡാണ്. വീഗാലാൻഡൊക്കെ പോകുന്ന റോഡ് തന്നെയാണത്. ഈ റൂട്ട് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചപ്പുറത്താണ് കടമ്പറയാർ വ്യൂ പോയിന്റ്. ഇതെല്ലാം സെയിം റൂട്ടാണ്. പിന്നെ മറ്റേ ഉപ്പുമുളക് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്പൂട്ടങ്ങാണ്ടായിരുന്നു. അത് ഈ റൂട്ടൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവരും എവിടെയും പോകാൻ പറ്റുകയാണ്. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ പള്ളി പറഞ്ഞാൽ കാണാം. അവിടെ നിന്ന് ആ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് കയറിയാൽ മതി. നവോദയ സ്റ്റുഡിയോയിലൊക്കെ പോകുന്നതാണ്. നമ്മുടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പൂക്കാട്ടുപടി ഇടപ്പള്ളി റൂട്ടിലേക്ക് ചെന്ന് കയറും. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാണ് ആ റോഡ് തന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ കാണുന്ന റോഡാണ് പോണത്. ഇവിടെ 4 മീറ്റർ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. തീരെ 50,000 രൂപ. ജീസസ് യൂത്ത് കാണാൻ പറ്റണ്ട. ഈ റോഡ് ഈ കാണുന്നത് ഇതൊക്കെ ഈ മേളിൽ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നവോദയ സ്റ്റേഡിയം സ്ഥലങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇതിനകത്തൊക്കെ റൂമും അതിന് കുറേ ഫ്ലാറ്റ് റൂം എന്തൊക്കെ ഉണ്ട്. ഈ കോമ്പൗണ്ടിനകത്ത് നവോദയ സ്റ്റുഡിയോ കോമ്പൗണ്ടൊക്കെ കാണുന്നത്. ഈ റോഡ് ഇങ്ങനെ കയറുന്ന അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റുഡിയോയിലേക്ക് കയറാം. ഈ റോഡ് ഇങ്ങനെ പോയാൽ അവിടെയാണ് സ്റ്റുഡിയോ. നിങ്ങൾ വന്ന വഴി കണ്ടിട്ടുണ്ടാകും വീഡിയോക്കകത്ത്. അതാണ് സ്റ്റുഡിയോ. ഇതൊക്കെ അതിൻ്റെ കോമ്പൗണ്ട്. അതിനകത്ത് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമും കാര്യങ്ങളും ഓഫീസ് പറഞ്ഞാൽ നവോദയ സ്റ്റുഡിയോ ഓഫീസൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഒരു വണ്ടിക്കാരനല്ലേ ഈ സൈഡിലായിട്ട് പാടമുണ്ട്. ഇതാണ് കാര്യം. നമ്മൾ ഇങ്ങനെ കയറി വരിക. നവോദയ സ്റ്റുഡിയോ കഴിഞ്ഞ് ഇങ്ങനെ കയറി 2 വളവുണ്ട്. 3 വളവും കണ്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന റോഡുകളുണ്ട്. വളവുകൾ. ആ വളവ് കയറി ഇങ്ങോട്ട് റോഡ് കാണും. അല്ല ഇങ്ങനെ ഈ വളവ് തിരിഞ്ഞിങ്ങനെ വരുന്നത് ഈ റോഡിലേക്ക് കണ്ടോ. ഇങ്ങനെ റോഡ് പോകുന്നു. വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാം. ഇപ്പോൾ ഹോണടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാര്യം ഇതിങ്ങനെ ഒരു വളവാണ്. ഈ വളവിൽ നിന്ന് അങ്ങോട്ടും റോഡുണ്ട്, അങ്ങോട്ടും റോഡ് എന്തെങ്കിലും 2 റോഡ് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇതാണ് റോഡ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് മാപ്പൊക്കെ ഇട്ട്. ഈ സമയത്തുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വരും. അതെന്തായാലും അങ്ങോട്ട് പോകാം. ഈ 2 സ്ഥലങ്ങളും എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം. ഇവിടെ കൊറോണ വ്യൂ പോയിൻ്റെന്ന് ചിലർ പറയും, ചിലർ വേറെന്തൊക്കെ പറയുന്നത്. കൊറോണ പാർക്കെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ ഒറിജിനൽ അതിൻ്റെ പേര് വേറെന്തൊക്കെയാണ്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. ഞാൻ അവിടെ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ നോക്കി വേണം പറഞ്ഞു തരാം. ഇവിടെ ഉള്ളവരെന്നോട് ഇവിടെ ഞാനെന്ന് പറഞ്ഞ പോലെ ഒരു ഡെലിവറി ചെയ്യുന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞാൽ കൊറോണ പാർക്കിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് മാറി ഒരു വീടുണ്ടായിരുന്നു. അവിടെ പ്രാവശ്യം ഡെലിവറിക്ക് വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇതാണ് സ്ഥലം വലിയ ദൂരത്തൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കാക്കനാട് തൊട്ടടുത്ത് തന്നെയാണ്. വലിയ ദൂരത്തൊന്നും അല്ല. ഈ കടമ്പറയാറായാലും ഈ കൊറോണ പാർക്കായാലും വലിയ ദൂരത്തേ അല്ല. ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്നതാണ് സ്ഥലം. ഇതാണ് തുടക്കം. ഇതാണ് എൻട്രൻസ്. എന്താ ഇങ്ങനെ റോഡ്. ഇവിടെ എന്തോ മറ്റേ കഞ്ചാവ് MDMA ലഹരി മരുന്നിൻ്റെ വിൽപ്പന ഉപയോഗം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സൊക്കെ ഉണ്ട്. നോ ഡ്രഗ്സ്. കണ്ട ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വെള്ളം കിടക്കുന്നത് ഇതിൽ ഇവിടെ ഇരിക്കുന്ന സ്ഥലം. അത് കണ്ടോ. അതാണ് പാർക്ക്. അങ്ങോട്ട് കുറേ ഉണ്ട് നടക്കാനായിട്ട്. സംഭവം കൊള്ളാം. ഇവിടെ കുറേ വീടും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഉള്ളവർ നടക്കാൻ തന്നെ സ്ഥലമാണ് വലിയ എന്ന് പറഞ്ഞാൽ. വേറെ പുറത്തുനിന്ന് തന്നെയവർക്കൊക്കെ ആയിരിക്കും വലിയത് സംഭവം. ഇവർക്കൊക്കെ നടക്കുന്ന ഡെയിലി നടക്കുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ചെടുക്കണം. ഞാൻ അന്ന് രാത്രിയിലെ കൂടെ പോയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അന്നേരം ഇരുട്ടും കാര്യങ്ങളായതുകൊണ്ട് കിട്ടിയില്ല. ഇപ്പോൾ നല്ല വെട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല ഇവിടെ അങ്ങോട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം.
അവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വൈകിട്ടൊക്കെ വന്ന് കുത്തിയിരിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ഈവനിങ്ങിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. നമുക്ക് എന്തായാലും ഒരു വീഡിയോ റീൽസിനുള്ളൊരു വീഡിയോ എടുത്തിട്ട് കമ്പളാമൂലേക്ക് അങ്ങനെ അവിടെ ഒരു സ്ഥലമുണ്ട്. ഞാൻ അന്നിരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തിരുത്തുണ്ട്. ഇതുണ്ടോ, ഇവിടെ മൂന്നുകാവ് വാക്ക് വേ എന്നാണ് ഈ പറയുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത്. കൊറോണ പാർക്കെന്നും പറയുന്നുണ്ടായിരുന്നു. അതെന്നോടൊരു പുള്ളി പറഞ്ഞതാണ്, കൊറോണ പാർക്കെന്നും. ഇതിൻ്റെ പേര് അത് തന്നെ അല്ലായിരുന്നു. മൂന്നുകാവ് വാക്ക് വേ എന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഇതൊക്കെ വൈകിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് എന്താ ഇങ്ങനെ ഇരിക്കണം. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതുപോലത്തെയൊക്കെ പിക്കൊക്കെ കിട്ടുന്ന എൻ്റെ രീതിയിൽ. ഇതുണ്ടോ, ഇതൊക്കെ ആരൊക്കെയോ എടുത്ത പിക്കുകൾ. അതുണ്ടോ, നൈസ് പിക്കുകളൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. ഇവിടെ ഫോക്കസ്. ഒരു കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ കുത്തിയിരിക്കും. അവിടെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്, എല്ലാവരും നോക്കണമുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് വൈകിട്ട്. ട്രെയിനിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അവിടെയൊക്കെ ആൾക്കാർ പിള്ളേരുടെ കളിയൊക്കെ ഉണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. ഫാമിലീസാണ്. ഇവിടെ കാറൊക്കെ കിടക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ഈ വീട്ടുകാർ ഈ വില്ലയിലെ താമസിക്കുന്നവരുടെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ റീൽസ്, ഫോട്ടോഷൂട്ട്, കല്യാണ ആൽബംസ്, ഡേസ് ട്രിക്സ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നവരാണ് ഇവിടെ വരുന്നത്. മൂന്നുകാവ് വാക്ക് വേ എന്നാണ് സ്ഥലം. ഞാനൊന്ന് തെറ്റിദ്ധരിച്ച്. ഞാൻ വെറുതെ മറ്റേ കൊറോണ പാർക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ വെറുതെ തട്ടി കിട്ടുമെന്നല്ല. ഒരു പുള്ളി എന്നോട് പറഞ്ഞ ഇങ്ങനെയായിരുന്നു. ഇത് കണ്ട, ഇവിടെ കൂടെ വെള്ളം പോകുന്നതിന് സൗണ്ട്. ഞാൻ എത്തത് എവിടെ നിന്ന് ഈ വെള്ളം തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇതിങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലം. അതിയാടെ ശല്യമില്ലാണ്ട് ഒരു ഒഴിഞ്ഞ പ്ലേസ്. അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം, ഇരിക്കാൻ്റെ മറ്റേ നടപ്പാലുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. സംഭവം കൊള്ളാം കേട്ടോ, സെറ്റപ്പ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ കണ്ട റീൽസ് ഒക്കെ ചെയ്യാൻ, ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലം. ഇവിടെയൊക്കെ വന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ട്. ഇത് വലിയ ഗുമ്മുള്ള മറ്റേ ഇത് ഭയങ്കര പൊളിയാണെന്നല്ല ഞാൻ, ഐ മീൻ പൊളിയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പൊളിയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കാക്കനാട് ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. കാക്കനാട് വെറുതെ സിറ്റിയും കുറേ പൊടിയും മലിനീകരണവും മാത്രം കണ്ടിട്ടുള്ളവർക്ക് ഇതും കൂടെ കാണണം കാക്കനാട് വന്നിട്ട്. കുറേ തോട്ടക്കാരുമാതിരി എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മഴ പെയ്തിട്ടാണ്. അത് കണ്ട ഡ്രസ്സില്ലേ, വെള്ളമൊക്കെ ഇച്ചിരി അഴുക്കുണ്ട്. ഇത് നടപ്പാലുണ്ട് ഇവിടെ കണ്ട. ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാം കേട്ടോ കുറച്ച് നേരം നൈസായിട്ട്. ഞാൻ ഗോപ്രോയിൽ കുറച്ച് വീഡിയോ നോക്കട്ടോ, മറ്റുവാണെങ്കിൽ കുറച്ച് വീഡിയോ ഇപ്പോൾ എടുക്കണം. രീതിയിൽ ഇത്രയും വ്യൂ കിട്ടിയിട്ട് ഞാൻ എടുക്കാതിരിക്കുന്ന മോശമല്ലേ. കൊള്ളാം. ഇത് ആ കാണാനാണ് അങ്ങ് ദൂരെ വിദൂരതയിൽ കാണുന്നതാണ് നമ്മുടെ ആ പാർക്ക്. ഈ സൂം ചെയ്തിരിക്കുന്നത് ഈ റോഡ്. ആ റോഡ് നേരെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ഒരു വഴിയുണ്ട്. ഇതുണ്ട, ഇവിടെ പാടം ഇതിങ്ങനെ നടക്കുക. ഇങ്ങനത്തെ ഒരു വഴി നമ്മുടെ നിങ്ങളിപ്പോൾ വീഡിയോ അത് കണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. റീൽസ്, ഫോട്ടോഷൂട്ട് പരിപാടിക്കൊക്കെ റെഡ് നടക്കാൻ നിൽക്കുന്നുണ്ടില്ല ആൾക്കാർ. ഞാനന്ന് ഇതൊക്കെ വില്ലകളാണെന്ന് തോന്നുന്നു. ഈ കാണാൻ വില്ലകളാണ്. ഞാനന്ന് ഓർഡർ ഡെലിവറി ആയിട്ട് നിന്നത് അവിടെയുണ്ട്. അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടിയുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗത്തിലായിരുന്നു നിന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാറ് കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടൊരു ഗ്രൗണ്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു വെള്ള വഴിയായിരുന്നു, ഐ മീൻ ഒരു തോടായിരുന്നു. പുഴയൊന്നുമല്ല, തോട് കണ്ട. അതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട്.
ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി ഒതുക്കി. അവിടെ റീൽസ് ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന കാരണം ഇങ്ങോട്ടേക്ക് ഒന്ന് മാറുന്നു. നല്ല രസമാണ് കേട്ടോ. അവിടെ വൈകിട്ട് വന്നിരിക്കാൻ പൊളിയാണ്. എന്ന് പറയുന്നത് ട്രിപ്പൊന്നും അല്ല, ജസ്റ്റ് ചില്ല് ചെയ്യാൻ ഈവനിങ്ങിന് കുറച്ച് നേരം കുത്തിയിരിക്കണം. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ കുറച്ച് നേരം കുത്തിയിരിക്കാൻ പറ്റിയ സ്ഥലം. എറണാകുളത്ത് കാക്കനാട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മറ്റേ ട്രാവലിംഗ് വ്ളോഗൊന്നും അല്ല, ഇത് ജസ്റ്റ് ഒരു വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ. കണ്ട ഇവിടെ ഈ പാലത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കുറേ വീടുകൾ, ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളുണ്ട്. ആ റോഡ് നേരെ ഇങ്ങനെ വരാനുണ്ട്. അങ്ങോട്ട് പോയാലും അങ്ങോട്ടും റോഡുണ്ട്. എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊന്ന് ഡെലിവറിക്ക് വന്ന ഇവിടെ നേരെ പോകണം. എനിക്ക് തോന്നുന്നു പൂക്കാട്ടുപടി ആ റോഡൊക്കെയാണെന്ന് തോന്നുന്നു. ആ പൂക്കാട്ടുപടി റോഡിലേക്ക് കയറുന്ന റോഡാണെന്ന് തോന്നുന്നു. ഇത് ഈ അറിഞ്ഞൂടാ. അതായത് നമ്മുടെ മറ്റേ ഇവിടുന്ന് തന്നെ റോഡ് എവിടെ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HMT ഒക്കെ പോകുമ്പോൾ ഒരു ടേണിങ് വരും. HMT റോഡ് പോകും, അങ്ങോട്ട് അതായത് കാക്കാടുന്ന് HMTക്ക് പോകുന്ന വഴിക്ക് 2 കട്ടിങ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പലാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് റൈറ്റിക്കും കട്ടിങ് ഉണ്ട്. ആ റൈറ്റ് കട്ടിങ് റോഡ് നേരെ പൂക്കാട്ടുപടിക്ക് പോകുന്ന റോഡാണ്. എടപ്പള്ളി പൂക്കാട്ടുപടിയൊക്കെ, അതായത് എടപ്പള്ളിയിൽ നിന്ന് വന്ന വണ്ടി മീൻസ് എറണാകുളത്ത് നിന്ന് വന്ന വണ്ടിയൊക്കെ പൂക്കാട്ടുപടി പോകുന്ന ആ റോഡ് വഴിയാണ്. ആ വഴിയാണെന്ന് തോന്നുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പോയാലും എവിടെ എത്തുമെന്ന് എനിക്കറിഞ്ഞില്ല. ഗൂഗിൾ കിട്ടുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നേരെ വന്നാണ് നമ്മൾ വന്ന വഴി. അങ്ങനെ എന്നാലും വഴി ഉണ്ടാകുമായിരിക്കും. എന്താ ഒരു ഈവനിങ് വൈകിട്ടൊക്കെ ഇങ്ങനെ വന്ന് കുറച്ച് നേരം കുത്തിയിരിക്കാം, മനസ്സമാധാനത്തോടെ കുത്തിയിരിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന സൈൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ മറ്റേ നവോദയ ഞാലിക്കാട്ടി റോഡ്, അങ്ങനെയാണ് ആ സൈൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ലാൻഡ്മാർക്ക് എന്ന് പറയാനായിട്ട് നവോദയ സ്റ്റുഡിയോ, അത് തന്നെയാണ് ലാൻഡ്മാർക്ക്. കാര്യം നവോദയ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ആ റോഡാണ് നമ്മുടെ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത്. അതായത് ഞാനീ വന്നിരിക്കുന്ന പിന്നെ ഒരു അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ഒരു ചർച്ചായിട്ട് കാണും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ഈ കണ്ടോ ഇവിടെ കാണുന്ന ഈ ഒരു ചർച്ച് സെൻറ്റ് തോമസ് ചർച്ച് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കി അതിൻ്റെ മേളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വായിക്കാറിയാൻ കുറേ നേരിട്ട് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് തോമസ് ചർച്ചും പിന്നെ അവരുടെ എന്തോ റെസ്റ്റ് ഹൗസും അതാണ്, അങ്ങനെ എന്തൊക്കെയാണ് സെറ്റപ്പ്. ഇത് സെൻറ്റ് തോമസ് ചർച്ച്. അതായത് ഞാൻ വരുന്ന, അതായത് കാക്കനാട് നിന്ന് വരുമ്പോഴത്തേക്കും ഭാരത് പെട്രോളിയത്തിൻ്റെ അവിടുന്ന് നേരെ മെവോട്ടറി റോഡ്, അതായത് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റിലേക്ക് റോഡ്, ആ റോഡ് നേരെ കയറി വരുമ്പോഴത്തേക്ക് പള്ളീൻ്റെ ഫ്രണ്ടിലേക്കാണ് 2 റോഡ് ലെഫ്റ്റ് റൈറ്റായിട്ട് തിരിയുന്നുണ്ട്. അതിൽ നമ്മൾ റൈറ്റിലേക്കുള്ള റോഡാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ആ റോഡ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂക്കാട്ടുപടി ആ റോഡിലേക്ക് ചെന്ന് ചാടുന്നതാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ആ റോഡ് സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ കടമ്പ്രയാർ പോകുന്നത്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മാക്സിമം, അതിൽ കൂടുതലൊന്നുമില്ല. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കടമ്പ്രയാറേക്കാണ്. അപ്പോൾ കടമ്പ്രയാറേക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റർ ഡിഫറൻസ്, ഒരു 4 ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3-4 കിലോമീറ്റർ മാക്സിമം. അപ്പം ഈ റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാൽ, നമ്മൾ വന്ന റോഡ് തന്നെ നേരെ പോയി കഴിഞ്ഞാലേക്ക് കടമ്പ്രയാർ ചെന്ന് കയറാവുന്നതാണ്. വേറെ പിന്നെ ഇവിടുന്ന് ഒരു കട്ടിങ് ഉണ്ട്, വേറെ റോഡ്. അത് വലിയ കാര്യമൊന്നുമില്ല, ചുറ്റാണ്. അത് ഞാനിപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പോണ വഴിക്ക് കാണിക്കാൻ പറ്റുവാണോ അതൊന്ന് കാണിച്ചു തരാം. അത് ഇവിടെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം ഇവിടുന്ന് ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ റോഡ് ഉണ്ട്. ഇവിടുന്ന് ഒരു റൈറ്റിലേക്ക് ഒരു റോഡ് പോകേണ്ടത്, ഈ റോഡാണ് ഞാൻ പറഞ്ഞത്. ഈ റോഡ് ചെല്ലുമ്പോൾ ഇവിടെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ രൂപ ശരിയാണെങ്കിൽ അത് ഇവിടെ അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഈ സൈഡിലായിട്ടൊരു പാറമടയുണ്ട്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നിടത്ത് ഒരു പാറമട, ഒരു പാറമട ഉണ്ട്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച റോഡ് അതല്ല. അപ്പോൾ ഇതിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ റോഡ് ചെന്ന് കയറുന്നത് നമ്മുടെ എടച്ചിറയിൽ ഇങ്ങോട്ട് കയറുന്നത്, അതായത് എടച്ചിറയിൽ നിന്ന് പള്ളിക്കര പോകുന്ന റോഡ്. അതായത് നേരത്തെ വന്ന ആ റോഡില്ലേ, നമ്മൾ കാക്കനാടന്ന് വന്ന് കയറുന്ന, അതായത് നമ്മൾ വന്നതും, അതായത് ഇപ്പോൾ 3 വാവിലേക്ക് 3 വ്യൂ പോയിൻ്റ്, ആ പാർക്കിലേക്ക് പോയതും ഇനി പള്ളിക്കര ആ റോഡൊക്കെ എല്ലാം സെയിമാണ്. കാക്കനാടന്ന് പള്ളിക്കരയ്ക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ കയറിയത്. ഈ റോഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടച്ചിറയിൽ നിന്ന് പള്ളിക്കരയ്ക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് കയറുന്നതിലും മറ്റേ റോഡിൽ വന്ന് മുട്ടും. ഞാനിപ്പോൾ നേരത്തെ വന്ന റോഡ് പോയാലും അത് തന്നെയാണ് സെയിം. ഞാനൊരു സാധനം കാണിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതേ ഉള്ളൂ. ഇത് എടച്ചിറയ്ക്ക് പോകുന്ന റോഡാണ്. ഞാനിപ്പോൾ ഈ മഞ്ഞ റോഡ് പള്ളിക്കരയ്ക്ക് പോകുന്നത് പള്ളിക്കരയ്ക്കുള്ള റോഡിലേക്ക് കയറാനാണ്. അതിവിടുന്ന് കട്ടിങ് ഉണ്ട്. ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ റോഡെ വന്ന് കയറും. ഇവിടുന്ന് ഒരു കട്ടിങ് വഴി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു എളുപ്പവഴിയുണ്ട്. ചെറിയ റോഡാണ്, കാറിനൊക്കെ ഒരു കാറിന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഇത് നേരെ വന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ചാടും. മറ്റേ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് ഇച്ചിരി കറങ്ങി ഇങ്ങനെ വന്ന് മറ്റേ റോഡ് ബാക്ക് സൈഡിൽ വന്ന് കയറും. ഇത് ഇച്ചിരി ഫ്രണ്ടിൽ വന്ന് കയറും. ഈ റോഡ് നമ്മുടെ പള്ളിക്കരയ്ക്ക് കയറുന്ന റോഡാണ്. പള്ളിക്കര വീഗാലാൻഡ് അങ്ങോട്ടൊക്കെ പോകുന്ന റോഡ്, അതായത് മൂവാറ്റുപുഴ റൂട്ട്. മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡെന്ന് വേണം പറയാൻ. പിന്നെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ വണ്ടർല പോകുന്ന റോഡ്, പള്ളിക്കര പോകുന്ന റോഡ്,
അങ്ങനെയൊക്കെ പോകുന്ന റോഡാണ്. ഇത് ഇവിടെ നിന്നാണ് നമുക്ക് കട്ടിങ് ഉള്ളത്. ഇവിടുന്ന് കുറച്ച് ആ പള്ളിക്കര റോഡ് നമ്മൾ ആ വളവ് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചിങ്ങ് വരുമ്പോഴത്തേക്കും തന്നെ ഒരു റോഡ് നമ്മുടെ എന്തോ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ എന്തോ ഒരു റോഡുണ്ടാവും. ആ റോഡ് റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണും. ആ റോഡ് കയറി കഴിഞ്ഞാൽ അതായത് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു വളവ് ഇതുപോലെ വളഞ്ഞ് കയറി വന്ന് കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പള്ളിക്കര ലെഫ്റ്റിലേക്കാണ് കയറേണ്ടത്. ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കടമ്പറയാറ് വന്ന് കയറുന്ന റോഡിലേക്ക് വരാം. അപ്പോൾ ആ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റിങ് പോരുവാണെങ്കിൽ ഇതിങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് കയറും. ഈ സ്ഥലം കടമ്പറയാർ എന്നറിയപ്പെടുന്നു. ഇതാണ് അങ്ങോട്ട് പോകുന്ന റോഡ്. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം കൂടിയുണ്ട് കാണാനായിട്ട്. അവിടെ കിട്ടില്ലൻ പച്ചപ്പും ഹരിതാപവും. ഇതാണ് റോഡ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഒരു മഴക്കാർ കാരണം മറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. കണ്ടോ അവിടെ ഒരാൾ നടക്കുന്നുണ്ടോ? അവിടെ നിന്നൊരു വഴി ഇങ്ങനെ ആ നടുക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ പാടത്തിൻ്റെ നടുക്കൂടെ അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഒരു ഏരിയയിലായിട്ട് അവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. മോൻ വിഷയം ഇവിടെ താഴത്തെ ഒരാൾ കുറേ നേരമായിട്ട് കറങ്ങി നടക്കുന്നു. ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ആൾ മാറിക്കളഞ്ഞ് സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. കടമ്പറയാർ വ്യൂ പോയിൻ്റ് എന്ന് അടിക്കുമ്പോൾ അത് ദവിടായിട്ട് കാണുന്നത് അവിടെ ഒരു സ്ഥലമുണ്ട്. അതാണ് എന്തോ വാക്ക് വേ വ്യൂ പോയിൻ്റ് അങ്ങനെ എന്തോ ആണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല സ്ഥലമൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനും ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. കണ്ട ഇവിടെയും ഒരു വാക്ക് വേ പോലത്തെ സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും സമയം 5:56 കണ്ട. ഇതൊരു നടപ്പാതയാണ്. സൈഡിൽ കുറേ നേരത്തെ ഇല്ല, ഇപ്പോൾ പണിതാന്ന് തോന്നുന്നു. ഈ ഒരു കുറച്ചിടയ്ക്ക് പണിതാണ്. ഞാൻ നേരത്തെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഓർഡർ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ല, ഇതിപ്പോൾ പണിതാണ്. കണ്ട അങ്ങ് വിദൂരതയിൽ കുറേ വീടുകൾ. പിന്നെ അതുകൊണ്ടത് അവിടെ ദൂരെ പിള്ളേർ കളിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കടമ്പറ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത് പക്ഷെ കൊള്ളാട്ടോ. ഈ ഒരു ഫ്രെയിം നോക്കുന്ന ഏത്ത ഫ്രെയിം. ഈ റോഡ് ഇങ്ങനെ ഇവിടെയും റോഡ് ഇതൊക്കെ ഒരു ഫ്രെയിമാണ്. കണ്ടത് ഈ കിട്ടിലും ഫ്രെയിം. ഇപ്പോൾ സമയം 6 മണി ആകാറായി. അതിൻ്റെ ഒരു സൂര്യനൊക്കെ അസ്തമിച്ചു. അതിൻ്റെ ഫ്രെയിമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രെയിം കാണാൻ പോയി. ഞാൻ കടമ്പറയാൻ അകത്തോട്ടൊന്നും കയറുന്നില്ല. കാര്യം ഇപ്പോൾ വേണം നടക്കുകയൊക്കെ ചെയ്യാൻ കൂടെ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇതുണ്ട വണ്ടികളൊക്കെ ചറപറയാണ്. ഇതൊക്കെ അവിടെ നിന്ന് തന്നെ വണ്ടിയാണ്. അവിടെ വേറെ സ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചത്. അതാണ് കാണേണ്ടത്. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി. അതായത് നമുക്ക് ഇവിടെ നിന്ന് മതിയും.
വേറൊരു സാധനം കാണിക്കാൻ പറഞ്ഞത് ഇവിടെ ഒരു ഫ്രെയിം. ഇത് നമ്മൾ ആ റോഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു കടയുണ്ട്. അവിടെ വേണമെങ്കിൽ മറ്റേ വെള്ളം അങ്ങനത്തെ സെറ്റപ്പ് ചായയൊക്കെ ഉള്ളത് ഒരു നല്ല കിടിലൻ കടയാണ്. ഞാൻ മിക്കവാറും ഈ റൂട്ട് ഡെലിവറി എടുക്കുമ്പോഴത്തേക്കും ഈ റൂട്ട് എങ്ങാനും പോകുകയാണെങ്കിൽ ആ കട കയറി കഴിക്കാറുണ്ട്. നല്ല കടയത്. ഇതുണ്ട ഇവിടെ ഇങ്ങനെ ഫ്രെയിം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വോക്ക് വേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ വോക്ക് വേ. ഇവിടെയാണ് ഒരു ഗ്രൗണ്ട്. ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തൊരു വലിയ പരിപാടി, ഷൂട്ടിങ്ങാണ് പരിപാടിയാണ്, എന്തോ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കാലാവസ്ഥയൊക്കെ മാറി, അന്തരീക്ഷമൊക്കെ ഒരുമാതിരി സൂര്യനൊക്കെ അസ്തമിച്ച് 6:33. ഇവിടെ കണ്ട ഇവിടെയൊക്കെ ഇപ്പോൾ കാറൊക്കെ വൈകിട്ടായപ്പോഴത്തേക്കും കാറുകാരൊക്കെ വന്ന് ചവിട്ടിയിട്ടുണ്ട്. ഫാമിലീസൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ ഫോക്കസ് ആവും. കണ്ടോ അവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഫാമിലിയൊക്കെ ഇരിപ്പുള്ളത് കണ്ടോ. ഇവിടെ മൊത്തം അങ്ങനെ ആൾക്കാരുണ്ട്. അവിടെ ആരാണ്ടൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ടും കുറച്ച് ഗ്രൗണ്ടും കാര്യങ്ങളുണ്ട്. ഇത് കാണാൻ ഒരു ഫ്രെയിമുണ്ട്, പൊളിയാണ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നേ ഉള്ളൂ. എൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇത് കാണിക്കാൻ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ. അതാണ് റോഡ്. നമ്മൾ അങ്ങനെയാണ് പോകേണ്ടത്. അങ്ങനെ അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഈ ഒരു ഫ്രെയിം കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ പോകുന്നു. മഴ വരുന്നുണ്ടെന്ന് ഇടി വെട്ടുന്നുണ്ട്. ശരി, അപ്പോൾ ഇതൊന്നും കാണിക്കണമെന്നുണ്ട്. ഇത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ വിട്ടു. ഞാൻ എന്നിട്ട് ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിച്ചിട്ട് പോകുന്നില്ല. ഒരു വഴിയുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയാതെ. ഞാൻ ആ നേരത്തെ കാണിച്ച കരിങ്ക് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു കരിങ്കുണ്ട്. ഇങ്ങനെ വന്നിരിക്കുക അവിടെ. അങ്ങോട്ട് വഴി എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. അവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുന്ന് കണ്ട വഴി. ഇപ്പോൾ ആ കാറിൽ പോയവർ എന്നോട് വന്ന് കരിങ്കിനങ്ങോട്ട് പോണ വഴി ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടുന്ന് കാണാൻ വഴി കൊണ്ട് പോകണം. എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്നുണ്ടാ. ഇവിടുന്ന് വഴി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ. ഇവിടുന്ന് വഴി ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം പോവാം. ഇവിടുന്ന് വഴി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ടാണ് ഇത് കണ്ടോ. ഇവിടുന്ന് വഴി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് നടക്കാൻ പറ്റും, വേണേ പോവാം. വഴി വെട്ടിയിട്ടുണ്ട്. ആ ഫ്രെയിം ഇപ്പം എനിക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ട. ആ കരിങ്ക് അവിടെ സ്റ്റെപ്പ് കണ്ടു. ഇതുണ്ട് അവിടെ സ്റ്റെപ്പുണ്ട് ഈ കരിങ്കിലേക്ക് വരാൻ. ഇവിടെ ഒരു കരിങ്കുണ്ട്. ഇനി ഇവിടുത്തെ ഫ്രെയിം നിങ്ങൾക്ക് കാണിച്ചായിരുന്നു. വേണ്ട ഫ്രെയിം വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ആ റോഡ്. ഈ ഫ്രെയിം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഈ ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷേ ഇങ്ങനെ കാണാൻ ആ ഫ്രെയിം പൊളി. ഇതാണ് ആ ഫ്രെയിം കാണാൻ പൊളി. ഗോപ്രോയിൽ എടുക്കണമെന്നുണ്ട് ഇവിടെ. പിന്നെ ആൾക്കാർ നോക്കും. അതാണ് ഒരുമാതിരി നമ്മളേതാണ്ട് അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ മറ്റേ വീഡിയോ ക്യാമറയൊക്കെ ഓണാക്കുമ്പോൾ എല്ലാവരും നോക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഒരു ടീം ഇപ്പോൾ കയറി വന്നിട്ട് അതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അതാ വീഡിയോ ഓഫ് ചെയ്ത്. അത് ചോദിച്ചു. അവന്മാർ കുറേ നേരമായിട്ട് ഇവിടെ ചവിട്ടി എൻ്റെ അടുത്ത് വന്ന്. ഞാൻ അവിടെ നിൽക്കാനായിട്ട് അവന്മാരും ചവിട്ടി. എന്നിട്ട് അവന്മാർ ചോദിച്ചു എന്നോട്. അവന്മാരൊന്നും ആ ചേട്ടനും ഒരു ചേച്ചിയായിരുന്നു. സോറി അവന്മാരെന്ന് പറഞ്ഞു. അവന്മാരല്ല പയ്യന്മാരല്ലായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ ചേച്ചിയായിരുന്നു. ഇങ്ങോട്ട് ഈ കലിങ്കിലേക്ക് വരാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അതാ ഇങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങി നോക്കിയില്ല. വല്ല വഴി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കി. അവർ പോയി. അവരിപ്പോൾ അവിടെ പോയി. അതെ അവിടെ ഒരു കലിങ്കുണ്ട്. അതാണ് പാലം. ആ പാലം ഇങ്ങനെ വന്ന് ഇതവിടെയാണ് നമ്മുടെ കൊറോണ പാർക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ മണ്ടപോയ തെങ്ങ് വയ്ക്കുന്നു. മണ്ടപോയല്ല, വണ്ടി ഫ്രെയിം കൊള്ളാം കേട്ടോ. കേട്ടാ മഴക്കാറ് നിന്നിട്ട് സൂര്യൻ അസ്തമിച്ച് ഫ്രെയിമൊക്കെ ഐഫോണിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഫ്രെയിമൊക്കെ കാണാൻ. എൻ്റെ ഈ ഒരു ഫോണൊന്നുമല്ല, സാംസങ്ങിന് കുഴപ്പമില്ല. ഇതിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഒരു ഇരുട്ട് കയറിയ പോലെ ഇരിക്കുന്നു. ഫ്രെയിം അങ്ങോട്ട് കറക്റ്റ് കിട്ടണില്ല. നല്ലൊരു ഇരുട്ട് കയറിയ പോലെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ തെറി കേട്ടോ. സമയത്ത് 6:18 3 മണിക്ക് കണ്ട 6:18 ഓക്കെ സാർ. എന്ത് മെസ്സേജൊക്കെ ഏതാണ്ട് വന്നിട്ടോ. സോറി മെസ്സേജ് എന്താണ്ട് വന്നാൽ 6:18 ഞാൻ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വരാം പൊല്യൂഷൻ മറ്റേ കൊടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകാൻ. എന്തായാലും ഞാൻ പോട്ടെ. മറ്റേ സ്ഥലം ഞാൻ എന്തായാലും അടുത്തൊരു പരിപാടിയായിട്ട് കാണാം. നമുക്കെന്തായാലും ഇതുപോലത്തെ വീഡിയോ ഇറക്കാം. കാക്കനാട് സീരീസ്, കാക്കനാട് കാണാൻ പറ്റിയ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അതായത് ഈ ഞാൻ പറഞ്ഞ കടമ്പ്രയാറിൻ്റെ അതർ സൈഡുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. നിങ്ങൾക്ക് ഞാൻ ഒരു ഫ്രെയിം കാണിച്ചിരുത് കേട്ടോ. ഫ്രെയിം നോക്ക്. ഏതാ ആ
ആട്ടാ മോനെ, അത് നേരത്തെ കാണുന്ന ഇത് കണ്ട സൂര്യൻ അസ്തമിച്ച് ഇപ്പം നല്ല രീതിയിൽ കാണാം, മഴക്കാറ് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നെല്ല് സെറ്റപ്പ് തോണ്ടായിക്കോട്ടെ, അത് കണ്ട ഫ്രെയിം. ഈ ഫ്രെയിം കാണണമെങ്കിൽ ഇതവിടെ കടമ്പ്രയാർ പോയിപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഫ്രെയിം കാണുന്നത്. ഈ ഫ്രെയിമൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നു. അതാണ് ഫ്രെയിം ഞാൻ പറഞ്ഞത്. കണ്ടത് ഇവിടെ ഈ കാണുന്ന തോട്ടിൽ താറാവുണ്ട്. അത് രാവിലെ അവിടെ ആൾക്കാർ വന്ന് അതിനെ ഇങ്ങനെ വിടും. നമ്മുടെ കുട്ടനാടൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന സെറ്റപ്പ് അങ്ങനത്തെ ഒരു ഫ്രെയിം വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ മുടിക്ക് അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം കാണാം. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം കൊള്ളാം. എന്താ ഫ്രെയിം നോക്കുന്നത്? എച്ചാതി ഫ്രെയിം, ഇതൊക്കെയാണ് ഫ്രെയിം. അതായത് അതല്ല, ഇത് ഫ്രെയിം. ഫുള്ള് ഫ്രെയിമല്ലേ, കൈ കിടന്ന് പറിക്കുന്നല്ലേ എൻ്റെ. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. കാര്യം ഞാൻ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. കടമ്പ്രയാർ വ്യൂ പോയിന്റ് എന്നും പറഞ്ഞു ആ കാണാണ് വീഗാലാൻഡ്. ഇപ്പോൾ കുറച്ച് കാണാൻ പറ്റും. അല്ല, അത് വീഗാലാൻഡിൻ്റെ മറ്റേ ഫ്ലാറ്റും കാണണ്ട, റൂമോ ഫ്ലാറ്റോ ആ സെറ്റപ്പാണ്. ഇതാണ് മക്കളെ ഫ്രെയിം. ഈ ഫ്രെയിം കൊള്ളാം കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഫോണാണെങ്കിൽ നല്ലൊരു ഫ്രെയിം കിട്ടും. അപ്പോൾ ഇതാണ് സമയം 6:09. ഇനിയിപ്പോൾ മറ്റേ ഉപ്പുമുളക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാൻ പറ്റില്ല. അതെന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാം. നമ്മളെന്തായാലും ഇത് രണ്ടും പ്ലാൻ ചെയ്യും. ഞാൻ അവിടെ മറ്റൊക്കെ കൊറോണ പാർക്ക് ചുമ്മാ കുറേ നേരം കുത്തിയിരുന്നു. അപ്പം ഇതാണ് കടമ്പ്രയാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. 2 സ്ഥലം പൊളിയാണ്, 2ഇടത്തും വേണം വരാം. അപ്പം നമ്മുടെ റൂട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതായത് നേരെ ഇങ്ങോട്ട് നമ്മൾ ആ വന്നിറങ്ങിയ റോഡെല്ലാം ഇറങ്ങി മെയിൻ റോഡിൽ വരിക, അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ വിടുക. ഞാനൊരു ഇടവിട്ടൊക്കെ കയറി പോകണ്ട, ആ റൂട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്രയും കറങ്ങണ്ട, അത് പിന്നെയും കറക്കാം. ഞാൻ വെറുതെ വേറൊരു സാധനം കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിയതാണ്. പക്ഷെ ആ സംഭവം നിർത്താൻ പറ്റിയില്ല. ഞാൻ അവിടെ വെച്ച് ക്യാമറ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് വളവാണ് കണ്ടത്. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ പിന്നെ അത് അതിന് വലിയ കാണിക്കാനൊന്നുമില്ല. ഒരു പാർക്കോളായിരുന്നു. ഞാൻ അത് കണ്ടിട്ട് അതാണ് ഉപ്പുമുളക് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഡെലിവറി കൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ അവിടെ ഒന്നും അല്ലായിരുന്നു ഉപ്പുമുളക് ഷൂട്ടിംഗ് ലൊക്കേഷൻ. എനിക്കറിയാം വാഴക്കാലം അല്ലെന്ന് വാഴക്കാലം ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, വാഴക്കാലം അല്ലെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഒരു പുള്ളിക്കാരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ചൂണ്ടയിടുവാന്നോ പുള്ളി? ചൂണ്ടയിടുവോ പുള്ളി ചേട്ടൻ? അവിടെ കാണാനാണ് അവിടെ ആ റോഡ് പോകുന്ന മറ്റേ നേരത്തെ കണ്ട ആ വാക്ക് വേ. അതായത് അവിടെ ഒരു വാക്ക് വേ ഉണ്ട്. അത് വാക്ക് വേ സെറ്റപ്പ് കണ്ടത്. ഇവിടെ ആൾക്കാരിക്കുന്നുണ്ട്, കപ്പിൾസ് ഇല്ലേ. അതൊരു പയ്യനാണ് അവിടെ ഇരിക്കുന്നത്, ഒരു പയ്യനാണ് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു പാലമുണ്ട്. ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയ പ്ലേസാണ്. ഫോട്ടോഷൂട്ട്, റീൽസ് അങ്ങനത്തെ സെറ്റപ്പ് എടുക്കാൻ പറ്റിയവർക്ക് വരാൻ പറ്റിയ സ്ഥലം. അവിടേക്ക് ഇപ്പോൾ ആ കടമ്പ്രയാർ ഇപ്പം ഞാൻ കാണിച്ച പാലത്തിൽ കൂടെ ഇപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 പേരെങ്കിലും ഇപ്പോൾ ഫോട്ടോഷൂട്ട്, റീല് പരിപാടിയായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു 5-6 പേരെങ്കിലും ഇപ്പോൾ മിനിമം കാണും അവിടെ. അതാണ് അവിടുത്തെ ഇത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ കയറാൻ എല്ലാം അവിടെ ഒന്നെങ്കിൽ വീഡിയോ, ഫോട്ടോ പരിപാടി, അല്ലെങ്കിൽ വീഡിയോ. നേരത്തെ ഞാൻ തിരിച്ച് വന്നാൽ അങ്ങോട്ട് പോയപ്പോഴും മറ്റേ ഇവിടെ കൊറോണ പാർക്കിൽ ചെന്നപ്പോഴും അത് തന്നെയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും അവന്മാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, തിരിച്ച് വരുമ്പോഴും അവന്മാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ സെറ്റപ്പ്. കപ്പിളല്ല, ഞാൻ വെറുതെ തെറ്റിയിരിച്ചു. ഒരു പയ്യൻ മാത്രം വെറുതെ കുത്തിയിരിക്കുക. ഇതുപോലെ എല്ലാവരും വന്ന് ഇങ്ങനെ കുത്തിയിരിക്കും വൈകിട്ടാണ്. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തൊക്കെ ആ പാടത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് കുത്തിയിരിക്കും. അവിടെയൊക്കെ ഇരിക്കാനൊക്കെ സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് ഈ 2 സ്ഥലങ്ങളും. വരാൻ താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ ഞാൻ താഴെ പിൻ ചെയ്യാം. ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടേക്കാം. 2 സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ വന്നിട്ട് പോയിട്ട് വന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയുക. ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ വൈകിട്ടൊക്കെ വന്നിരിക്കും. ഇവിടെ ഉള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ കൂടെയൊക്കെ റോഡ് പോകുന്നുണ്ട്. കാണാൻ ആ ഫ്രെയിമൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ കൂടെയൊക്കെ റോഡ് വണ്ടി പോകണണ്ട. ഇതൊക്കെ ഫ്രെയിം. ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തെറ്റിയിരിക്കും. നമ്മൾ കുട്ടനാട് വന്ന പോലെയൊക്കെ ഒരിത്തിരി ഫീൽ ചെയ്യും. കുട്ടനാട് അല്ലെങ്കിൽ മറ്റേ നെടുമുടി അല്ലെങ്കിൽ അമ്പലപ്പുഴയൊക്കെ പോകുമ്പോൾ ഉള്ള റൂട്ടുണ്ടല്ലോ, അതുപോലത്തെ സെറ്റപ്പ് ഇവിടെ. അങ്ങനത്തെ റോഡാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എറണാകുളത്ത് ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം, അല്ലെങ്കിൽ എറണാകുളത്ത് കാക്കനാടല്ല, എറണാകുളത്ത് ഇങ്ങനെ സ്ഥലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കത്ത് പോലും ഇല്ല കേട്ടോ. സൂര്യൻ അസ്തമിച്ച്
6:15 പോണ്. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ചിറ്റയോടും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതായിരുന്നു. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോയതാണ്. ഞാനൊരു കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് സാധനം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒരു പൊല്യൂഷനും മറ്റേ ഇൻഷുറൻസും പൊല്യൂഷനൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാൻ ചിറ്റയെന്നും പറഞ്ഞ ഒറ്റ പോക്ക് പോകുന്നതാണ്. പണി ഇപ്പോൾ അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ ഇറങ്ങിയാന്നറിയാം 3 മണിക്കെങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം നോക്കുന്നത് 6:12 ഈ കാണാനാണ് കടമ്പ്രയാർ വ്യൂ പോയിന്റ്, അഥവാ കടമ്പ്രയാർ. അല്ല, ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നടപ്പാത വാക്കിംഗ് പോലത്തെ സെറ്റപ്പാണ്. ഇങ്ങനെ ഈ പാലം കയറി അവിടുന്ന് ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ എൻട്രി ഫീസ് ഇല്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട്, കാറ് കാണുമ്പോൾ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കയറാത്തത്. വരുന്നവർക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ വഴിയും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇപ്പോൾ വന്ന കൊറോണ പാർക്കിൽ വന്നിട്ട് വരുവാണെങ്കിൽ അവിടെ നേരെ വരിക, നമ്മൾ കയറി വന്ന വഴിയെല്ലാം ഇറങ്ങി തിരിച്ച് വന്നിട്ട് മെയിൻ റോഡിൽ വന്ന് കയറും. അവിടെ നേരെ ലെഫ്റ്റ് എടുക്കുക, ഒറ്റ റോഡിങ് പോരുമ്പോഴത്തേക്കും നമ്മുടെ അതായത് ആ റോഡ് എങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ വീഗാലാൻഡൊക്കെ പോകുന്ന റോഡാണ്. ആ കാണാനാണ് വീഗാലാൻഡ്. അവിടെ അതിൻ്റെ ഇത് കണ്ടു, അവിടെ മരം നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. മറ്റേ ഇതുണ്ട് ആകാശത്തിൽ അവിടെ കാണുന്നത് നമുക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റേ വീഗാലാൻഡിൻ്റെ മറ്റേ മേളിൽ പോയിട്ട് വന്ന സാധനത്തിൻ്റെ ഇതാണ് കാണുന്നത്. ആ കാണാനാണ് അവിടെ വീഗാലാൻഡാണ് സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത് വീഗാലാൻഡാണ് കാണുന്നത്. അത് ദൂരെ കാണാൻ കൊടിയൊക്കെ സംഭവം കണ്ട ഒരു ടവർ പോലെ നിൽക്കുന്നത്, അത് വീഗാലാൻഡിൻ്റെ സാധനം തന്നെയാണ്. അപ്പോൾ ഇതാണ് കടമ്പ്രയാർ വ്യൂ പോയിന്റ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടക്കാനുണ്ട്. വൈകിട്ടോ രാവിലെയൊക്കെ നടക്കാൻ വരേണ്ടവർക്ക് നടക്കാം. പിന്നെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രെയിം നല്ല രസമായിരിക്കും. കണ്ടോ, ഫ്രെയിമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഇതുണ്ട് കണ്ടോ, ഈ വഴി അങ്ങോട്ട് പോകുന്നത് ഒരു ഫ്രെയിമുണ്ട്. കാര്യം അവിടെ നെൽകൃഷി സെറ്റപ്പ് ഉണ്ട്, പിന്നെ താറാവിനൊക്കെ ഉണ്ട്. അതായത് ഇതുണ്ട്, ഇത് പാടാണ്, ഇതിനകത്ത് നെൽകൃഷി ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ അവിടെ അപ്പുറത്ത് നെൽകൃഷിയുണ്ട് സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടമ്പ്രയാറിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മളെ പള്ളിക്കര ആ റൂട്ട് വന്ന്, അതായത് വീഗാലാൻഡിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് വന്ന് കയറും. അവിടെ വീഗാലാൻഡിൽ പോയിട്ടുള്ളവരും ഇങ്ങോട്ട് വന്ന് കയറാറുണ്ട്. അത് കാരണം അങ്ങനെ കുറേ ടീംസ് അപ്പുറം വന്ന് കയറും. ഇതാണ് മെയിൻ എൻട്രൻസ് ഇപ്പോൾ നമ്മൾ കണ്ടെടുത്ത്. ഇത് കൂടാതെ അപ്പുറം എൻട്രൻസ് ഉണ്ട്, ഇപ്പുറം എൻട്രൻസ് ഉണ്ട്, രണ്ടിടത്ത് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കടമ്പ്രയാറിനെ പറ്റി പറയാനുള്ളത്. വേണ്ട ഓക്കെ സാർ 6:24 കറക്റ്റ് കാണിച്ചാൽ എനിക്ക് എവിടെ 6:24. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊക്കെ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഇരുട്ടായി. ഇപ്പോൾ ഫ്രെയിമൊക്കെ മാറി വേറെ ഫ്രെയിം എനിക്ക് നല്ലപോലെ ഫ്രെയിം കാണിച്ചതുണ്ടാ. ഫ്രെയിം നോക്ക്, ഈ ഫ്രണ്ട് ബാക്ക് ക്യാമറക്കൊക്കെ നല്ല ഫ്രണ്ട് ക്യാമറ ഉണ്ടോ, ഫ്രെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയണമെന്ന്. ഇതാണ് മക്കളെ ഫ്രെയിം. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ച് റോൾ ചെയ്താലും എനിക്കിട്ട് നല്ല ക്ലാരിറ്റി ഫ്രണ്ട് ക്യാമറയ്ക്ക്. ഇതാ ഫ്രെയിം കറക്റ്റായിട്ട് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഫ്രെയിം, ഇതാണ് മക്കളെ ഫ്രെയിം. അപ്പം ഇത്രേ ഉള്ളൂ വ്ളോഗ്. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. നല്ല ലെങ്ത് കൂടിയിട്ടുണ്ടായി ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും സീഡാക്കു സൈനിങ് ഓഫ് ബൈ. അപ്പോൾ ഇതുപോലെ കാക്കനാട് സീരീസുമായിട്ട് ഞാൻ ഇനിയും വരും. വേണമെങ്കിൽ ഇതൊരു പാർട്ട് 1 ആയിട്ട് കൂട്ടിക്കോ. കാക്കനാട് സീരീസിൻ്റെ പാർട്ട് 1 ഇവിടെ അതിൻ്റെ പിയാണ്. പിന്നെ ഇതുപോലെ വേണമെങ്കിൽ ഞാൻ പോകുന്നവരെ എന്തായാലും കാക്കനാട് സീരീസ് പോലത്തെ സ്ഥലങ്ങൾ കുറേ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യേണ്ടത്.